ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസ്റ്റ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, ബിറ്റേഴ്സ് നമ്മൾ വീക്കിലി അനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേങ്കിൽ ഇന്ന് നമ്മളൊരു പോസ്റ്റ് മാർക്കറ്റ് പറയേണ്ട ഒരു അനിവാര്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇത് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 22,929. ഇവിടെ ചാർട്ടിനകത്ത് കാണിക്കുന്നത് 897 ആണെങ്കിലും 29 കുറച്ച് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, മാർക്കറ്റ് ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലാണ്. 65 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു അല്ലേ. താഴോട്ട് വന്നു മാർക്കറ്റ് നമ്മളുടെ റേഞ്ച് ബ്രേക്ക് ചെയ്തു അല്ലേ. റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം അപ്പം ഇവിടെ പക്ഷേ ഞാനൊന്ന് ഒരു ട്രേഡിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഇന്ന് വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. ട്രംപിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും വലിയ ഓരോ കിൻഡിൽ കനം കാണും. അപ്പോൾ അതിനനുസരിച്ച് ക്യാൻഡിലുകൾ വീഴും, നമുക്ക് നഷ്ടസാധ്യത വളരെ കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളുടെ ഈ സ്റ്റഡി, നമ്മളിപ്പോൾ ഒരു സ്റ്റഡി പറയുമല്ലോ, ആ സ്റ്റഡി വെച്ച് നമുക്കിവിടെ ഒരു ട്രേഡ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തു അല്ലേ. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് 80% 90% ക്ലോസിങ് ഇവിടെ കിട്ടി ഇല്ലേ. അപ്പോൾ ഈ സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ ആരും നിർബന്ധിച്ചില്ല, ഞാൻ ട്രേഡ് പറഞ്ഞില്ല. ബട്ട് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം, അതായത് നമ്മുടെ സ്റ്റഡി പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൈനിൻ്റെ താഴെ അല്ല സപ്പോർട്ടിന് താഴെ റെസിസ്റ്റൻസ് താഴെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 80% 75 to 80% ബോഡിയോടുകൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് നോക്കാം, അതിൻ്റെ മോൾ അസലിട്ട് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെ ഒരു ന്യായമായ പ്രോഫിറ്റ്, ഒരു 30-40 പോയിൻറ്റ് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരെയും നിർബന്ധിച്ചില്ല, കാരണം എനിക്ക് അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എസ് എൽ അടിക്കുവാണെങ്കിൽ വളരെ ചെറിയ എസ് എല്ലേ ഉള്ളൂ, 10 പോയിൻറ്റ് എസ് എൽ അടിക്കത്തുള്ളൂ. ഓക്കെ, കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ എടുത്തവർ ഓക്കെ, എടുക്കാത്തവർ വിട്ട് കളഞ്ഞു തരാം. അപ്പോൾ ഞാൻ അത് പറയാണെന്ന് പോലെ ഞാൻ വന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു മാർക്കറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരിക്കും. നമ്മുടെ ചാർട്ടുകളെയോ പാറ്റേൺസുകളെയോ ഒന്നും റെസ്പെക്റ്റ് ചെയ്തില്ല, മാർക്കറ്റ് പറന്ന് കളിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നു, ട്രേഡ് എടുക്കാതെ മിണ്ടാതിരുന്ന ശേഷം മാർക്കറ്റ് നമ്മുടെ ലൈനിൽ കറക്റ്റ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഞാനപ്പോൾ ഇവിടെ ആദ്യം ഒരു ട്രേഡിനെ പറ്റി ചിന്തിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, വിട്ടേക്കാൻ പറഞ്ഞു, വേണ്ട, അത് ഹൈ റിസ്ക്കിയാണ്, വേണ്ടെന്ന് പറഞ്ഞു. ബട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. എങ്ങനെയാണ് കൺഫർമേഷൻ കിട്ടിയത്? മാർക്കറ്റ് നേരെ പോയിട്ട് ഇവിടെ റീടെസ്റ്റ് എടുത്തു അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഒരു മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടുന്ന് റീടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിന് കൺഫർമേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. എപ്പോഴും നമ്മൾ ആലോചിച്ച് വേണം, റീടെസ്റ്റ് എടുക്കുന്ന ട്രേഡിന് എപ്പോഴും ഒരു പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നു, ഒരു ട്രേഡ് പോലും നമുക്ക് കിട്ടാതെ നമ്മൾ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നു. എന്തിനാണ് നമ്മൾ കാത്തിരുന്നത്? നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടി. അപ്പം ഇവിടെ രണ്ടാമത് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ലോ എസ് എൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ ഇത് കുറച്ച് വലുതാക്കി കാണിക്കാമേ. ഇത് എൻ്റെ ഒരു ഭാഗ്യവും ദൈവാധീനം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഇതിനെ ഇച്ചിരി വലുതാക്കാം. നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നോക്കിക്കണേ, ഇവിടെ നോക്കി, ഈ ക്യാൻഡിൽ നോക്കിക്കോ. നിങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്, ഇതാ എൻ്റെ ഒരു ദൈവാധീനം വേണമെങ്കിൽ അത് ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. അപ്പം ഞാൻ എന്താ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഞാൻ ഈ ലോ എസ് എൽ ഇട്ടിട്ട് നമുക്കൊരു ട്രേഡ് ഇവിടെ എടുക്കാമെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പോയി, ഇവിടെ നേരെ വന്ന് റീടെസ്റ്റ് എടുത്ത് കുറച്ച് താഴോട്ട് പോയി. എങ്കിലും ഇതാണ് നമ്മളുടെ എസ് എൽ, ഈ ഡോട്ടർ ലൈൻ കാണുന്നതാണ് നമ്മുടെ എസ് എൽ. ആ എസ് എൽ തട്ടാതെ തിരിച്ചു പോയി. തട്ടിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ആൾക്കാർക്ക് എക്സിറ്റ് ആയി പോയേനെ, പക്ഷേ അത് തട്ടാതെ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് പെട്ടെന്ന് ബയേഴ്സ് ആക്റ്റീവായി. അപ്പോൾ നമ്മൾ നോക്കണം, ആൾക്കാരെല്ലാം ഇവിടെ നോക്കിയിരിക്കുന്ന സ്ഥലമാണ്, മനസ്സിലായി. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ബയേഴ്സ് ആക്റ്റീവായി, ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ഇവിടെ ബയർ വന്നു അല്ലേ. ബയർ വന്ന് നേരെ മോളിൽ പോയി, തിരിച്ച് താഴെ വന്നു, അടുത്ത ക്യാൻഡിൽ വീണു, അത് വീണ്ടും താഴെ പോയെങ്കിലും ഇതിൻ്റെ മുകളിലാണ്
മുകളിൽ വരെ വന്നുള്ളൂ ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ പോയി മുകളിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്കൊരു കൺഫർമേഷനായി മാർക്കറ്റിന് ഇവിടുന്ന് മുകളിലോട്ട് പോകുമെന്ന്. ഇനി അടുത്ത കഥ ഞാൻ പറയാം. അടുത്ത കഥ ഞാൻ പറഞ്ഞുതരാം. അടുത്ത കഥ നോക്കിക്കോ. ഓക്കെ, ഇവിടെ അടുത്ത കഥ പ്രൈസ് ആക്ഷനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഒന്ന് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് നേരെ പോയതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഞാൻ നിങ്ങളോട് അന്നേരം പറഞ്ഞു, ഇത് ഇവിടെ റൗണ്ട് ചെയ്ത് പറഞ്ഞു ഇതൊരു മർബോസ്, ഒരു ബുള്ളിഷ് മർബോസ്. ഓക്കെ, അപ്പം ഈ മർബോസ് ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തിൽ ഓൾറെഡി ഞാൻ പ്രൈസ് ആക്ഷൻ സീരീസിനകത്ത് ഈ സംഭവം പറയുന്നുണ്ട്. മർബോസു എങ്ങനെയാണ് വാലിഡ് അല്ലെ എങ്ങനെയാണ് ഇൻവാലിഡ്? അപ്പോൾ എന്നെ ഗ്രൂപ്പിലിടയ്ക്ക് ഒരാൾ മെസ്സേജ് അയച്ചും ചോദിച്ചു, സാർ ഈ മർബോസ് എങ്ങനെ കൺഫേം ചെയ്യും? ആ മർബോസ് കൺഫേം ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മർബോസ് വീണ് കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 50% കട്ട് ചെയ്ത് അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ 50% താഴെ വന്ന് ക്ലോസ് ചെയ്യണം. ഒരു റെഡ് ക്യാൻഡിൽ ഇതിന് താഴെ 50% താഴെ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മർബോസു ഇൻവാലിഡ് ആവും. ഇല്ലെങ്കിൽ ഈ മർബോസു ആക്റ്റീവാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു മർബോസു ക്യാൻഡിൽ വീണു, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയി, ഗ്രീൻ ആയിരുന്നു. അതിനുശേഷം സെല്ലിംഗ് പ്രഷർ കൊണ്ട് നേരെ താഴെ വന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു 75% വരെ വന്നുള്ളൂ ഇല്ലേ. നമുക്കെന്തുവാ 50% കട്ടിങ് വേണം. കിട്ടിയോ? വന്നില്ല. 75 അതായത് ഒരു പുൾ ബാക്കാണ്. ഇതൊരു പുൾ ബാക്കാണ്. അതിനുശേഷം വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നല്ല സൂപ്പറായിട്ട് നേരെ തിരിച്ച് കയറി നമ്മുടെ ടാർജറ്റ് $22, നമ്മുടെ ലൈൻ വളരെ പക്ക 22,965 നമ്മുടെ ലൈൻ വന്ന് പക്ക അടിച്ചു, നമുക്ക് ടാർജറ്റ് കിട്ടി. ഇതാ നോക്കിക്കേ, ഇവിടുന്ന് ഏകദേശം 22,775 965 90 പോയിൻ്റ് ഇവിടം വരെ കിട്ടി. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായി. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ആരും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെറുതായിട്ട് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിന് വേണ്ടി ഇവിടെ ഞാനൊരു ട്രേഡ് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവസാനം ഉപേക്ഷിച്ചു ഈ ട്രേഡ്. കാരണം കൺഫർമേഷൻ ഇല്ല. പക്ഷെങ്കിൽ ഇതിനൊരു കൺഫർമേഷനാണ്. ഇത് റീടെസ്റ്റിൽ നമ്മൾ കൺഫർമേഷൻ എടുത്തു. ഇവിടെ നമ്മൾ നേരെ ഒരു ട്രേഡ് പിടിച്ചു, നേരെ മുകളിൽ പോയി. വെരി ക്ലിയറാണ്, വെരി ഷോർട്ട് ടേം. നമുക്ക് എത്ര 5, 10, 15, 20, 25, 30, 35, 40, 45, 50 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ട്രേഡ് എടുത്ത് വിജയിച്ച് പുറത്തിറങ്ങി. ഇതാണ് കാത്തിരുന്നാലുള്ള ഗുണം. മനസ്സിലായോ? അല്ലാതെ കാണുന്നിടത്തെല്ലാം പോയി തലവെച്ച് നിങ്ങൾ ട്രേഡ് എടുത്ത് നഷ്ടം വരുത്തി വെക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. നോക്കി നമ്മുടെ അവസരം വരുമ്പം അതിന് നിങ്ങൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അല്ലാതെ കാണുന്നിടത്തെല്ലാം കയറി. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് ഒരു പി എടുത്തെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നിങ്ങളൊരു പി എടുത്തു, കാണിച്ചു. ഇവിടുന്ന് നിങ്ങളൊരു പി എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ക്യാൻഡിൽ വേണപ്പോഴേ പി എടുത്ത്, അല്ലെങ്കിൽ ഇവിടെ പി എടുത്ത് വിചാരിച്ചു. അപ്പോൾ ഇത്രയും കിട്ടി. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ മുകളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു. നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇതിന് നടുക്കാണ് കൊണ്ടിട്ട് ട്രേഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ പിന്നെ ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചവർക്ക് പ്രോഫിറ്റ് കിട്ടി, ഇല്ലാത്തവർ നോക്കിയിരിക്കുക. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒരു സെറ്റപ്പിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക. ആ സെറ്റപ്പ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ക്ഷമയോടെ മാർക്കറ്റിൽ നമ്മൾ കാത്തിരിക്കണം. അല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളത് ക്ഷമ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നാളെ 2 ദിവസം ഹോളിഡേ ആണ്. പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.